രണ്ട് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിൾ പി ക്യു ആർ. ഇതിൽ എ ബി എന്ന് പറയുന്ന സൈഡ് പി ക്യു എന്ന് പറയുന്ന സൈഡിനോട് ഈക്വലാണ്. അതേപോലെ ബി സി എന്ന് പറയുന്ന സൈഡ് ക്യു ആർ എന്ന് പറയുന്ന സൈഡിനോട് ഈക്വലാണ്. എ സി എന്ന് പറയുന്ന സൈഡ് പി ആർ എന്ന് പറയുന്ന സൈഡിനോട് ഈക്വലാണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഷേപ്പ് സെയിം ആണ്, അതേപോലെ സൈസും സെയിം ആണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രൻ്റ് ആണെന്ന് പറയാം. സൈസും അതേപോലെ ഷേപ്പും സെയിം ആണ്. അപ്പോൾ നമുക്കിതിനെ കോൺഗ്രൻ്റ് ആണെന്ന് പറയാം രണ്ട് ട്രയാങ്കിളിന്. അപ്പോൾ ട്രയാങ്കിൾ എ ബി സി കോൺഗ്രൻ്റ് ട്രയാങ്കിൾ പി ക്യു ആർ. ഇനി ഞാൻ ഈ ട്രയാങ്കിളിനെ ഒന്ന് തിരിച്ചു വെച്ചു, ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഈ ട്രയാങ്കിളിൻ്റെ പേര് എക്സ് വൈ സെഡ് എന്ന് എഴുതി. ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രൻ്റ് ആണെന്ന് എങ്ങനെ എഴുതാൻ നോക്കാം. ട്രയാങ്കിൾ എ ബി സി കോൺഗ്രൻ്റ്, അതായത് ട്രയാങ്കിൾ എ ബി സി ആ ഓർഡറിൽ തന്നെ ആയിരിക്കണം. എ ബി സി അതേ ഓർഡറിൽ തന്നെ ആയിരിക്കണം രണ്ടാമത്തെ ട്രയാങ്കിൾ എഴുതേണ്ടത്. അപ്പോൾ എ ബി എന്ന് പറയുന്ന സൈഡ് ഫസ്റ്റ് സൈഡ് സിംഗിൾ ഡാഷ്, രണ്ടാമത്തെ സൈഡ് ഡബിൾ ഡാഷ് അല്ലേ. സിംഗിൾ ഡാഷ് ഡബിൾ ഡാഷ് അതേ ഓർഡറിൽ. ഇവിടെ സെക്കൻഡ് ട്രയാങ്കിൾ സിംഗിൾ ഡാഷ് ഈ സൈഡാണ്, ഡബിൾ ഡാഷ് ഈ സൈഡാണ്. അപ്പോൾ ഇതേ ഓർഡറിലായിരിക്കണം എഴുതേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ ട്രയാങ്കിൾ എഴുതുമ്പോൾ വൈ എക്സ് സെഡ് ഇങ്ങനെ ആയിരിക്കണം എഴുതേണ്ടത്. ഇനി ഫസ്റ്റ് ട്രയാങ്കിൾ നമ്മൾ ട്രയാങ്കിൾ എ സി ബി എന്നാണ് എഴുതണമെങ്കിൽ രണ്ടാമത്തെ ട്രയാങ്കിൾ എങ്ങനെ എഴുതാൻ നോക്കാം. അപ്പോൾ എ സി ബി, ഫസ്റ്റ് എ സി ഈ ട്രിപ്പിൾ ഡാഷുള്ള സൈഡ്, ഇനി രണ്ടാമത്തെ സൈഡ് സി ബി അത് ഡബിൾ ഡാഷുള്ള സൈഡ്. അപ്പോൾ എ സി ബി ഈ ഒരു ഓർഡറിലാണ് എഴുതിയേക്കുന്നത്. ട്രിപ്പിൾ ഡാഷ് ഡബിൾ ഡാഷ്, ട്രിപ്പിൾ ഡാഷ് ഈ സൈഡ് അത് ഫസ്റ്റ്, ഡബിൾ ഡാഷ് ഈ സൈഡ്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ഈ ഒരു ഓർഡറിലാണ്. അപ്പോൾ വൈന്ന് സ്റ്റാർട്ട് ചെയ്യുക, എക്സിൽ എൻഡ് ചെയ്യുക. ട്രയാങ്കിൾ വൈ സെഡ് എക്സ് ഇങ്ങനെയാവും എഴുതേണ്ടത്. അതായത് കറസ്പോണ്ടിങ് പാർട്സിൻ്റെ പൊസിഷൻ സെയിം ആയിട്ട് വരണം. രണ്ട് ട്രയാങ്കിൾ കോൺഗ്രൻ്റ് ആണെന്ന് എങ്ങനെ എഴുതാമെന്ന് നമുക്കറിയാം. ഇനി രണ്ട് ട്രയാങ്കിൾ കോൺഗ്രൻ്റ് ആണെങ്കിൽ, അതായത് ട്രയാങ്കിൾ എ ബി സി കോൺഗ്രൻ്റ് ട്രയാങ്കിൾ പി ക്യു ആർ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് പാർട്സും ഈക്വൽ ആയിരിക്കും. കറസ്പോണ്ടിങ് പാർട്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് എ ബി ആണ്. അപ്പോൾ ഈ സൈഡിന് ഈ രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ പി ക്യു ഈക്വൽ ആയിരിക്കും. അതേപോലെ ബി സിക്ക് ക്യു ആർ ഈക്വൽ ആയിരിക്കും. അപ്പോൾ എ ബി ഈക്വൽ ടു പി ക്യു, അതേപോലെ ബി സി ഈക്വൽ ടു ക്യു ആർ, അതേപോലെ മൂന്നാമത്തെ സൈഡ് എ സി ഈക്വൽ ടു പി ആർ എന്ന് എഴുതാം. ഇനി ഈ ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യു, ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ പി, അതേപോലെ മൂന്നാമത്തെ ആംഗിൾ ഈക്വൽ ആയിരിക്കും രണ്ട് ട്രയാങ്കിളിൻ്റെ. ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ആർ ഇങ്ങനെ എഴുതാം. ഒന്നുകൂടിയും പറയാം. രണ്ട് ട്രയാങ്കിൾ കോൺഗ്രൻ്റ് ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രൻ്റ് ട്രയാങ്കിൾസും ഈക്വൽ ആയിരിക്കും. ഈ കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രൻ്റ് ട്രയാങ്കിളിനെ നമുക്ക് ഷോർട്ടാക്കിയിട്ട് CPCT എന്ന് എഴുതാം. കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രൻ്റ് ട്രയാങ്കിൾസ്.